യേശുക്രിസ്തുവിന്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്ന സെന്റ് ജൂഡ് തദ്ദേവൂസ് പുതിയ നിയമത്തിൽ യാക്കോബിന്റെ സഹോദരൻ ജൂഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. യേശുവിനെ വഞ്ചിച്ച യൂദാസിൽ നിന്ന് വേർതിരിക്കാനായി ഇദ്ദേഹത്തെ തദ്ദേവൂസ് എന്നും ലേബേവൂസ് എന്നും വിളിച്ചു. പാരമ്പര്യമനുസരിച്ച് ഗലീലയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ബാല്യകാലം മുതൽ ദൈവവിശ്വാസത്തിൽ ഉറച്ചുനിന്ന അദ്ദേഹം യേശുവിന്റെ വിളിയോട് ഉടൻ പ്രതികരിച്ച് അപ്പസ്തോലനായി. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തോടെ പെന്തക്കോസ്തിനു ശേഷമാണ് ജൂഡ് തദ്ദേവൂസ് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കാൻ പുറപ്പെട്ടത്. അദ്ദേഹം മെസൊപ്പൊട്ടാമിയ, സിറിയ, പേർഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. അവിടങ്ങളിൽ അനേകം ആളുകളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹം അത്ഭുതങ്ങളും രോഗശാന്തികളും നടത്തി. യൂദാസിന്റെ ലേഖനം എന്ന പേരിലുള്ള പുതിയ നിയമത്തിലെ ചെറിയൊരു ലേഖനം അദ്ദേഹത്തിന്റെ പേരിൽ നമുക്ക് ലഭ്യമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വ്യാജബോധനങ്ങളിൽ വീഴാതിരിക്കാനും ക്രൈസ്തവരെ പ്രബോധിപ്പിക്കുന്നതാണ് ആ ലേഖനത്തിന്റെ പ്രധാന സന്ദേശം. ഈ ചെറിയതും എന്നാൽ ശക്തവുമായ ലേഖനത്തിൽ അദ്ദേഹം ക്രിസ്ത്യാനികളെ ദുർമാർഗത്തിൽ നിന്നും പാഷണ്ഡതയിൽ നിന്നും അകന്നു നിൽക്കാൻ ഉപദേശിക്കുന്നു. അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത് പേർഷ്യയിൽ വെച്ചാണെന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത്. AD 65 ഒരു ദണ്ടുപയോഗിച്ച് അദ്ദേഹത്തെ അടിച്ചു കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുമ്പോൾ പലപ്പോഴും ആയുധം കൈയിൽ പിടിച്ചിരിക്കുന്നതായി കാണാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യങ്ങളുടെയും നിരാശയുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ യൂദാ. ഒക്ടോബർ 28-നാണ് അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്.